നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടെടുപ്പിന് ഇനി 5 ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. ഈ അവസാന ഘട്ടത്തിൽ NCP നേതാവായ ശരത് പവാറും ഉപമുഖ്യമന്ത്രി അജിത് പവാറും തമ്മിലുള്ള വാക്പോരാണ് പ്രധാന ചർച്ചാ വിഷയം. അതായത് ശരത് പവാർ BJPയുമായി ചർച്ച ചെയ്തു എന്നുള്ള അജിത് പവാറിന്റെ ഒരു പ്രസ്താവനയാണ് വാക്പോരിന് തുടക്കം കുറിച്ചിരിക്കുന്നത്. 2019 നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് നടന്ന വിഷയം എന്നതാണ് അജിത് പവാർ പറഞ്ഞത്. 2019 നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ശരത് പവാർ ഗൗതം അദാനിക്കൊപ്പം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായെ കണ്ടിരുന്നു എന്നുള്ള കാര്യമാണ് അജിത് പവാർ പറയുന്നത്. മാത്രമല്ല ആ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് താൻ ഉപമുഖ്യമന്ത്രി ആയതെന്നും അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. 2019 മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു പാർട്ടിക്കും ഭൂരിപക്ഷം ലഭിക്കാത്തതിനാൽ മുഖ്യമന്ത്രി പദത്തിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു ശിവസേന. എന്നാൽ BJP ഇടഞ്ഞിരുന്നു. ഇതേ തുടർന്നാണ് ശിവസേന, NCP, കോൺഗ്രസ് എന്നീ 3 പാർട്ടികളുടെ നേതാക്കൾ തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയത്. ഈ 3 പാർട്ടികളുടെയും പ്രമുഖ നേതാക്കൾ മഹാവികാസ് അഘാടി സർക്കാർ രൂപീകരിച്ചു. തുടർന്ന് സർക്കാർ രൂപീകരണത്തിലേക്ക് കടക്കുമ്പോഴാണ് മറ്റൊരു ട്വിസ്റ്റ് മഹാരാഷ്ട്രയിൽ അരങ്ങേറിയത്. ദേവേന്ദ്ര ഫട്നാവിസിനൊപ്പം അജിത് പവാർ മന്ത്രിസഭ രൂപീകരിക്കാൻ തീരുമാനിക്കുകയായിരുന്നു. മഹാരാഷ്ട്രയിലെ ജനങ്ങളും ഈ സംഭവത്തിൽ ഞെട്ടി. എന്നാൽ താൻ അജിത് പവാറിന്റെ നിലപാടിനൊപ്പം ഇല്ലെന്ന് ശരത് പവാർ പ്രഖ്യാപിച്ചതോടെ 36 മണിക്കൂറിനുള്ളിൽ സർക്കാർ താഴെ വീണു. ഈ സംഭവത്തിൽ ശരത് പവാറിന് പങ്കുണ്ടെന്നുള്ള വാദമാണ് അജിത് പവാർ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അതാണിപ്പോൾ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുന്നത്. എന്നാൽ ഈ വാദം പൂർണ്ണമായും ശരത് പവാർ തള്ളുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം താൻ നിരവധി കേന്ദ്രമന്ത്രിമാരുമായും വ്യവസായികളുമായും കൂടിക്കാഴ്ച നടത്തിയിരുന്നുവെന്നും എന്നാൽ സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട് ആ യോഗത്തിൽ ചർച്ച നടന്നില്ല എന്നതാണ് ശരത് പവാർ പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല ആ യോഗങ്ങളിൽ തന്റെ കൂടെ അജിത് പവാറും ഉണ്ടായിരുന്നു. അന്ന് അദ്ദേഹം ഈ വിഷയങ്ങൾ ചോദിച്ചപ്പോൾ അന്ന് പറഞ്ഞത് ഗൗതം അദാനിയും അന്നത്തെ സർക്കാർ രൂപീകരണവും തമ്മിൽ യാതൊരു ബന്ധവുമില്ല എന്നതാണ്. എന്നാൽ ഇപ്പോൾ അജിത് പവാർ തന്റെ അന്നത്തെ വാക്കുകൾ മാറ്റി പറയുകയാണ്. അതിൽ തന്നെ വിശ്വാസ്യത എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാമല്ലോ എന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ടാണ് ഈ വിഷയത്തിൽ ശരത് പവാർ തിരിച്ചടിച്ചിരിക്കുന്നത്.